ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഹെവി ലൈസൻസ് എടുത്തതിനെ പറ്റി പറഞ്ഞായിരുന്നു, ചങ്ങനാശ്ശേരിയിലുള്ള വീണ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹസാഡസ് ലൈസൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നമുക്ക് അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളത് എറണാകുളത്തുള്ള മകലിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റിയിലാണ് അതിന് 3 ദിവസത്തെ ക്ലാസ്സിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. 3 ദിവസം നമുക്ക് അടുപ്പിച്ച് ക്ലാസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്ലാസ്സിൻ്റെ ടൈം. അപ്പോൾ എല്ലാ ദിവസവും നമ്മളവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് ഉള്ളത്. ആ ഒരു ലൈസൻസ്, അതായത് ഹസാഡസ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്രോൾ, ഡീസൽ അതുപോലുള്ള രാസവസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കാനുള്ള പെർമിഷനാണ് ഈ ഹസാഡസ് ലൈസൻസ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനിങ് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അത്. അപ്പോൾ ഇതാണ് മകലിയത്തിൻ്റെ അവരുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടുന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസുള്ളത്. അപ്പം അകത്ത് ക്യാമറ അലൗഡ് അല്ലെന്ന് പറഞ്ഞതിന് പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പെർമിഷൻ എടുത്താണ്. അപ്പം ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്ന രവി എന്ന് പറയുന്ന ഏട്ടനാണ്. ഏട്ടൻ്റെ നമ്പരും കാര്യങ്ങളെല്ലാം ഞാൻ ഇവരുടെ കോൺടാക്ട്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് ക്ലാസ് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിന് പോകാം. നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്നും പഞ്ചിനും പഞ്ചൗട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ക്ലാസ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇത് അവരുടെ ഒരു ട്രെയിനിങ് റൂമാണ്. ഇതിനപ്പുറം ക്ലാസ് റൂമുണ്ട്. നമുക്ക് 3 ദിവസത്തെ ക്ലാസ്സിൽ ഓരോ ദിവസവും ഓരോരുത്തർ വന്നാണ് നമുക്ക് ക്ലാസ് വരുന്നത്. അപ്പം 3 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് നമുക്ക് ഹസാഡ് ലൈസൻസ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഹസാഡ് വെഹിക്കിൾസ്, അതായത് പെട്രോളിയം, ഡീസൽ, ഗ്യാസ് അതുപോലുള്ള വെഹിക്കിൾസ് ഓടിക്കാനായിട്ട് നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ട്. ഒരു 90% നമ്മൾ എലിജിബിളായി. ഇനി ഒരു 10% എന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മുടെ ലൈസൻസിൽ കയറ്റണം. നമ്മുടെ ലൈസൻസിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് വാലിഡ് ആകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ നമ്മൾക്ക് ഇനി നാളെ ആർ ടി ഓഫീസിൽ പോയിട്ട് നമ്മുടെ ലൈസൻസിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യണം. അതിന് ശേഷമേ നമുക്ക് വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ഓൾറെഡി ലൈസൻസ് എടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈസൻസ് എടുത്തു. അപ്പം നമ്മുടെ ലൈസൻസിനുള്ള പ്രോസസ്സിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് കാർഡായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കുമെന്നാണ് ഓൾറെഡി ആർ ടി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പുതിയ ഒരു ലൈസൻസ് ആയിട്ട്, അതായത് ഇപ്പം നമ്മൾ എടുത്ത ലൈസൻസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു ലൈസൻസും കൂടെ വരും. ആ ഒരു ലൈസൻസിലായിരിക്കും നമ്മുടെ ഈ ഹസാഡ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പരിവാഹനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കാണും. അത് വെച്ച് നമുക്ക് വാഹനം ഓടിക്കാൻ കുഴപ്പമില്ലെന്നാണ് ഇവിടുന്ന് ആർ ടി ഓഫീസിൽ തിരക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹസാഡ് ലൈസൻസ് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ടുണ്ട്, അതല്ല പുതുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ഇവിടെ മകലിയത്തിൽ വരാവുന്നതാണ്. ഇവരുടെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാം. കണ്ടിന്യൂസ് 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഓരോ എക്സാമുമാണ്. വാഹനം എങ്ങനെ ഓടിക്കണം, വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഹസാഡ് ഗുഡ്സ് വെഹിക്കിളുകളിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം, എന്തൊക്കെ വെക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഓരോ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഇരുന്ന് ഉറക്കം വരുന്ന പോലെ ഉറക്കവും കാര്യങ്ങളും വരില്ല. കാരണം നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ക്ലാസ്സുകളൊക്കെ. അപ്പം ആർക്കെങ്കിലും എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിൾ, അതായത് ഹസാഡ് ലൈസൻസ് എടുക്കാൻ നമുക്ക് ഹെവി ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല. ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്നവർക്ക് ഹസാഡ് ലൈസൻസ് എടുക്കാൻ കുഴപ്പമില്ല. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ പുതുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഇതുവരെ ക്ലാസ്സിന് വന്നിട്ട് എടുക്കണം. അപ്പം അങ്ങനെ ഹസാഡ് ലൈസൻസ് നമുക്ക് കിട്ടി. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ലൈസൻസ്. കാരണം പപ്പ ടാങ്കർ ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇതെടുത്തിട്ട് ഒരു ദിവസം പപ്പയുടെ ഓട്ടത്തിൽ പോകണം. ഇതെടുത്തുകൊണ്ട് മാത്രം പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അത്യാവശ്യം കോൺഫിഡൻസ് ആണ് ഹെവി വെഹിക്കിളിൽ നമുക്ക് വാഹനം ഓടിക്കാനായിട്ട്. ഇതിനു മുമ്പാണ് നമുക്ക് ചെറിയ എക്സ്പീരിയൻസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ഓടിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലുള്ള ഒരു വിശ്വാസം. പക്ഷേ പെട്ടെന്ന് നമുക്ക് ചാടിക്കയറി അങ്ങനെ ഒരു ടാങ്കർ ലോറി ഓടിക്കാൻ പറ്റില്ല. അതിന് കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ റെഡി ആവുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് അടുത്ത് തന്നെ നമ്മൾ ടാങ്കർ ലോറി ഓടിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ സലാം.